കൂട്ടുകാരെ, മണമടിച്ചിട്ട് തന്നെ ഒരു രക്ഷയില്ല. ഹായ് കൂട്ടുകാരെ, എവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഞാൻ സുരേഷ് മുരുകാലയം. കുറച്ച് മത്തി കിട്ടിയിട്ടുണ്ട്, നമ്മൾ അതൊന്ന് കറി വയ്ക്കുകയാണ്. കൂട്ടുകാരെ, നമ്മൾ മീനെല്ലാം ക്ലീൻ ചെയ്തെടുത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഇത് കല്ലുപ്പിലാണ് കഴുകിയിരിക്കുന്നത്. 2 തവണ നമ്മൾ കല്ലുപ്പ് ഉപയോഗിച്ച് നല്ലതായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഇപ്പം ഇത് ഇങ്ങനെ എടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ തല എടുക്കുകയാണ്. തല നമ്മൾ വറക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ തല മാറ്റി വെച്ചിട്ട്, വലിയ മീനാണെങ്കിൽ നമുക്ക് 2ആയിട്ട് മുറിച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് വരഞ്ഞിട്ട് മുറിച്ച് കൊടുക്കുന്നതാണ് നല്ലത്. 2ആയിട്ട് മുറിച്ച് കൊടുക്കാം. തല നമ്മൾ എടുക്കുകയാണ്. ഇതൊക്കെ ഒന്നായിട്ട് തന്നെ ഇടുന്നതായിരിക്കും നല്ലത്. കൂട്ടുകാരെ, നമ്മൾ എല്ലാ മീനും എൻ്റെ തല കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് ഒന്നുകൂടെ ഒന്ന് കഴുകിയെടുക്കണം. അതിനുശേഷം നമുക്ക് മസാലക്കൂട്ടുകളൊക്കെ ഉണ്ടാക്കാം. നമുക്കിത് നമ്മുടെ അമ്മിയിൽ ഒന്ന് അരച്ചെടുക്കുകയല്ല, നമ്മൾ ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അമ്മിയില്ലാത്തവർ മിക്സിയിലൊന്ന് ഒറ്റ പ്രാവശ്യം ഒന്ന് അടിച്ചെടുത്താൽ മതി. കൂട്ടുകാരെ, നമുക്ക് അരകല്ല്, ഞങ്ങളുടെ അവിടെ ഈ നാട്ടിലെ അമ്മിയെന്നും അരകല്ലെന്നും ഒക്കെ പറയും. കൂട്ടുകാരെ, അരയൊന്ന് കഴുകിയെടുക്കാം. നമ്മൾ വലിയ ഉള്ളി ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ചെറിയ ഉള്ളി ഒന്ന് വെറുതെ ഞാൻ ചതച്ചാൽ മതി. നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ വെച്ച് കൊടുക്കാം. പച്ചമുളക് കൂടെ വെച്ച് കൊടുക്കാം. ഒന്നിച്ച് കോരിയെടുക്കാം. കൂട്ടുകാരെ, ചതച്ചെടുത്തിട്ടുണ്ട്. കൂട്ടുകാരെ, നമ്മൾ അടുപ്പിൽ തീ കത്തിച്ചിട്ടുണ്ട്. ഇതായിട്ട് നമുക്ക് കറിച്ചട്ടി വെച്ച് കൊടുക്കാം. കൂട്ടുകാരെ, കറിച്ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു 3 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അല്പം കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായി പൊട്ടിയ ശേഷം അല്പം ഉലുവ ഇട്ട് കൊടുക്കുക. തീ കുറയ്ക്കുക. ഇപ്പം കറിവേപ്പില ഇട്ട് കൊടുക്കുക. ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഒപ്പം വലിയ ഉള്ളിയും ചെറിയ ഉള്ളിയും ചതച്ചതും പച്ചമുളക് ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുക. അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി.
ഇതിലേക്ക് 2 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കുക. ഇതിലേക്ക് നമുക്ക് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന പുളി ഇട്ട് കൊടുക്കാം. ഇവിടെ ആ പുളിവെള്ളം നമുക്ക് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് നമുക്ക് അല്പം ഇട്ടാൽ മതി, പിന്നെ നോക്കിയിട്ട് നമുക്ക് ഇടാം. നോക്കി കഴിഞ്ഞ് നോക്കിയിട്ടിടാം. നമ്മൾ 2 തക്കാളി എടുത്തിട്ടുണ്ട്, അതുകൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് വഴറ്റുക. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ആവശ്യമുള്ള ചാറിനനുസരിച്ചുള്ള വെള്ളം വെച്ചു കൊടുക്കാം. ഇനി നമുക്ക് മൂടി വെച്ച് ഇത് നല്ലതുപോലെ തിളയ്ക്കുന്നത് വരെ തീ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മൂടി ഒന്ന് എടുത്ത് നോക്കാം. നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മീൻ കഷ്ണം ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണം ഓരോന്ന് ഇട്ട് കൊടുക്കാം. അവരവരുടെ ആവശ്യത്തിന് അനുസരിച്ചുള്ള കഷ്ണങ്ങളാക്കുക. ഇത് ചെറിയ മീനായതുകൊണ്ട് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടില്ല. വലിയ മീനൊക്കെ മാത്രമേ കഷ്ണങ്ങളാക്കിയിട്ടുള്ളൂ. നമുക്ക് ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. കൂട്ടുകാരെ, നമുക്ക് ഇതിൻ്റെ മൂടി ഒന്ന് എടുത്ത് നോക്കാം. ഏത് പരിവായെന്ന് നോക്കാം. നല്ലതുപോലെ തിളച്ച്. കൂട്ടുകാരെ, മണം അടിച്ചിട്ട് തന്നെ ഒരു രക്ഷയില്ല. ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നല്ലതുപോലെ ഒന്ന് പറ്റുന്നിടം വരെ നമുക്ക് തീ ഇട്ട് കൊടുക്കാം. കൂട്ടുകാരെ, ഒരു രക്ഷയില്ല മണം അടിച്ചിട്ട്. അങ്ങനെ കൂട്ടുകാരെ, നമ്മുടെ മീൻകറി റെഡി ആയിരിക്കുകയാണ്. വെള്ളമെല്ലാം പറ്റി കൃത്യമായിട്ട് നമ്മുടെ മീന് താഴെയായിട്ട് വെള്ളമൊക്കെ എത്തി. നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം.